മുഖത്ത് എത്ര വലിയ കരിവാളിപ്പും ടാനും മാറാണ്ട് അരിപ്പൊടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫേസ് പാക്ക് ഉണ്ടാക്കി നോക്കിക്കേ. നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് രണ്ട് രീതിയിൽ നല്ലൊരു നാച്ചുറലായിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് മുഖത്തിന് നിറം വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്, അതുപോലെ തന്നെ ടാൻ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പം ബോയ്സിനും ഗേൾസിനും ഒരുപോലെ തേക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രണ്ട് പാക്ക് കേട്ടോ. അപ്പം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവേ. അപ്പോൾ ഇതുപോലെ ഫസ്റ്റത്തെ ഇത് കാണിച്ചു തരാവേ. അപ്പോൾ ഇത് നമ്മുടെ വറുത്ത അരിപ്പൊടിയുണ്ട്, നമ്മൾ ഈ അപ്പത്തിന് പുട്ടിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി കേട്ടോ. അതൊരു 1-1.5 സ്പൂണോളം എടുക്കാവേ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു 2-3 സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലില്ലെങ്കിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ പാലും തൈരും ഇല്ലെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ റോസ് വാട്ടറും ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്താലും മതി. നമുക്കിത് നല്ല രീതിയിൽ നമുക്ക് സ്കിന്നിൽ ടാൻ മാറാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ മുഖത്തിൽ വരുന്ന ഈ ഒരു ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നല്ല പാക്കാണ്. അപ്പോൾ ഇതുപോലെ പാലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂണോളം വരുന്ന രീതിയിൽ കറ്റാർവാഴയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്കിന്നിലെ ചുളിവുകൾ വീഴത്തില്ല, അതല്ല നമുക്ക് സ്കിന്ന് ഡ്രൈ ആവാതിരിക്കെ ഇരിക്കാനായിട്ട് അടിപൊളിയാണ് ഈ കറ്റാർവാഴയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 1/2 സ്പൂണോളം വരുന്ന രീതിയിൽ കറ്റാർവാഴയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കറ്റാർവാഴയുടെ ജെല്ല് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ടാഗ് ചെയ്തിട്ടേക്കാം, സൈറ്റ് ഇട്ടേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ പൊട്ടിച്ചെടുത്ത് വയ്ക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ ഒരുപാട് ദിവസം സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു പാക്കാണ്, ഇത് കേട് വരത്തില്ല കേട്ടോ. അപ്പം ഇതുപോലെ ഒരു ചെറിയൊരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഉണ്ടല്ലോ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ ഒരു 1-2 തുള്ളി ഗ്ലിസറിനും കൂടി എടുത്ത് നമ്മളത് ഈ ഒരു പാക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മസാജ് ചെയ്ത് ഫേസിൽ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് സ്കിന്നിൽ ചുളിവുകൾ വീഴാതിരിക്കാനായിട്ട് നല്ലതാണ്. സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് കിട്ടുകയും ചെയ്യും, നമുക്ക് നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ സ്കിന്നിന്. അപ്പം ഈ ആൻറ്റി ഏജിങ് ഫേസ് പാക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇത് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ തേക്കാൻ പറ്റും നല്ലൊരു പാക്കാണ്. നിങ്ങളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ചിലപ്പം 2 ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് ഇതായിട്ട് വരും, അപ്പം ചെറിയൊരു ഡ്രൈ ആയിട്ട് വരും. അപ്പം ഇത്തിരി വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ലൂസാക്കിയിട്ട് ഫേസിൽ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ആവാനൊക്കെ ആയിട്ട് നല്ലതാണ്, നല്ല തിളക്കം കിട്ടും ചെയ്തിട്ട് ഫേസിന്.